നമസ്കാരം മൈ ലവ്ലി പീപ്പിൾ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. സോ വെൽക്കം ടു യെറ്റ് അനദർ വ്ലോഗ് ഓഫ് ശ്രുതി. ഇന്നിപ്പോൾ ഓഫ് കോഴ്സ് നമുക്കൊരു ഓഫ് ഡേ ആണ്. അതുകൊണ്ട് പതിവ് പോലെ തന്നെ നമ്മൾ ലേറ്റ് ആയിട്ട് തന്നെയാണ് എണീറ്റത്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞ് കാണും. രാവിലെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ട ശേഷം ഒരു കോഫി കുടിക്കാമെന്ന് കരുതി. ഇന്ന് എന്തോ രണ്ടുപേർക്കും കോഫി കുടിക്കാനൊരു പൂതി. ഞാനിവിടെ ഓൾറെഡി കോഫി പൗഡറും കുറച്ച് ചൂടുവെള്ളവും പഞ്ചസാരയൊക്കെ ഇട്ട് കലക്കി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നല്ല തണുത്ത പാലൊഴിച്ചിട്ട് നമ്മൾ മൈക്രോവേവിലേക്ക് വെക്കുവാണ്. കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ ഭയങ്കര ഒരു കോഫി പേഴ്സൺ ആയിരുന്നു. സ്കോട്ട്ലാൻഡിലേക്ക് ഷിഫ്റ്റായ പിന്നെ ചായ കുടിക്കാൻ തുടങ്ങി. അതെന്താണെന്നറിയില്ല, അത് പിന്നെ ഒരു റുട്ടീനായി മാറി. അപ്പോൾ നമ്മുടെ അടിപൊളി കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചായ കോഫിയൊക്കെ കുടിക്കുന്ന ടൈമിലായിരിക്കും ഞങ്ങൾ ഇന്നത്തെ ഡേ പ്ലാൻ ചെയ്യണത്. എന്തായാലും ഇന്ന് അത്യാവശ്യം നല്ല വെതറായിരുന്നു, പക്ഷേ രാവിലെ അതങ്ങ് ഉറങ്ങി തീർത്തു. എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇൻവെനസിൽ ഒരു സ്പോട്ട് ഉണ്ട്, അവിടേക്ക് പോകാൻ തീരുമാനിച്ചിട്ട് കുറേയായി. എന്തായാലും ഇന്ന് അങ്ങോട്ട് ഇറങ്ങാൻ കരുതി. പിന്നെ ഒരു സിനിമയും കണ്ടാലോ എന്ന് പ്ലാൻ ഉണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പ്ലാനൊക്കെ തീരുമാനിച്ചത് വർക്കൗട്ട് ആവുമെന്ന് നോക്കാമെന്ന് കരുതി ഞങ്ങളങ്ങ് പയ്യെ റെഡിയായിട്ട് ഇറങ്ങി. അങ്ങനെ വേഗം റെഡിയായി കാറി കയറി ഞങ്ങൾ നേരെ ഇൻവെനസിലേക്ക് ആ സ്പോട്ടിലേക്ക് വിട്ടു. അടിപൊളി വെതർ കണ്ടപ്പോൾ ഫുൾ ഉറങ്ങി തീർത്തതിൻ്റെ കുറ്റബോധം ഞങ്ങൾക്കുണ്ടായി. ഈ പോകുന്ന സ്ഥലമാണ് ആൽനസ് അഥവാ ഏൽനസ്. ഈ ദൂരെ കാണുന്ന ഒരു മോണുമെന്റ് കണ്ടോ, അതാണ് ഫൈരിഷ് മോണുമെന്റ്. സോ ഈ സംഭവം ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ ഹൈക്ക് ഉണ്ട്. ഇതിങ്ങനെ കയറി പൊക്കത്തേക്ക് നിന്ന് ഈ ഒരു ബ്യൂട്ടിഫുൾ മോണുമെന്റ് കാണാൻ പറ്റും. വൺ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഇൻ സ്കോട്ട്ലാൻഡിലെ ഒന്നാണത്. എന്തായാലും ഇന്ന് ഹൈക്കിനുള്ള എനർജി ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ നേരെ ഇൻവെനസിലേക്ക് പോകുന്നു. ഈ പാലത്തിന്റെ അടിയിൽ വന്നോന്ന് കുറേ നാളായി വിചാരിക്കണം. നമ്മൾ ഇതിന്റെ വഴി കണ്ടുപിടിച്ചത് ഇപ്പോഴാണ്. ചില സമയത്ത് എൻ്റെ വായിൽ നിന്ന് പൊട്ടത്തര അല്ലാണ്ട് വരാറില്ല. സോ ഇതാണ് കെസോക്ക് ബ്രിഡ്ജ്. A9 ഹൈവേയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേ ആണ് ഈ കെസോക്ക് ബ്രിഡ്ജ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മോറൈ ഫിർത്തിൻ്റെയും ഇൻവെനസ് സിറ്റിയുടെയും ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചില സമയത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ ഡോൾഫിൻസിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് സൺസെറ്റ് സ്പോട്ട് ഇൻ ഇൻവെനസ് ഞാൻ പറയും. എന്തായാലും സമ്മറിൽ ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണത്. ഹൈലാൻഡ്സിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഇൻവെനസ്. സ്കോട്ടിഷ് ഹൈലാൻഡ്സ് വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ഇൻവെനസിൽ വരുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാനും ചില്ല് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണിത്. പിന്നെ ആകെ ഒരു പ്രശ്നമുള്ളൂ, നല്ല കാറ്റുണ്ട്. കാറ്റൊരു രക്ഷയില്ല, ബട്ട് വ്യൂയും അതിലപ്പുറം രക്ഷയില്ല. ഇവിടെ നോക്കിയാലോ അപാര വ്യൂ. അങ്ങനെ കുറച്ച് നേരം അവിടെ ചില്ല് ചെയ്തിട്ട് ഞങ്ങൾ കാറിൽ കയറി. അങ്ങനെ നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക സിനിമ കാണാൻ തീരുമാനിച്ചു. നമുക്ക് ഇനിയും 1 hour ടൈം ഉള്ളതുകൊണ്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് വിട്ടു. അങ്ങനെ നമ്മുടെ സ്വന്തം തറവാടായ മെക്ഡിയിലേക്ക് നമ്മൾ പോകുന്നു. ഇവിടത്തെ ക്രിസ്പി ചിക്കനാണ് എൻ്റെ ഫേവറേറ്റ്. ക്രിസ്പി ചിക്കൻ ബർഗർ, മക്ഫ്ലറി. അങ്ങനെ കാറിൽ കയറി നമ്മൾ വണ്ടി നേരെ തിയേറ്ററിലേക്ക് വിട്ടു. ഇതാണ് ഇൻവെനസിലെ തിയേറ്റർ വ്യൂ. ഇവിടെ മലയാളം പടമൊന്നും വരാറില്ല. നമ്മുടെ ഇവിടുത്തെ തിയേറ്റർ അത്യാവശ്യം അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ക്രീൻ കണ്ടുപിടിച്ചു, അകത്ത് കയറി. ഇവിടെ എപ്പോഴും 1/2 മണിക്കൂർ പരസ്യമായിരിക്കും. സോ നമ്മൾ കണ്ട പടം ക്യാപ്റ്റൻ അമേരിക്കയാണ്. പഴയ ക്യാപ്റ്റൻ അമേരിക്കയുടെ എക്സ്പെക്റ്റേഷൻ വെച്ച് പോയതാ. വേറെ ഏതോ യൂണിവേഴ്സിലെ പടം പോലെ ആയിപ്പോയി. പടം കഴിഞ്ഞു ഗായ്സ്. I didn't really enjoy it. Guys, look at this washroom. പടമൊക്കെ കണ്ടു കഴിഞ്ഞു. വീട്ടിൽ പോവാം. പടം എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം നമുക്ക്. സാർ പടം ഇഷ്ടപ്പെട്ടോ? അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടി കയറിയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വിളിച്ചു, പുട്ട് കഴിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി നല്ല കംഫി പജാമാസൊക്കെ ഇട്ടിട്ട് നേരെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോയി.
സോ ഇതാണ് സോണിയുടെയും അഖിൽ ചേട്ടൻ്റെയും സാമ്രാജ്യം. ആ മൂലയ്ക്ക് കാണുന്ന 2 പേരാണ് സോണിയ ആൻഡ് അഖിൽ. ഇവർ 2 ആളും ഞങ്ങളുടെ ഹൗസ് മേറ്റ്സ് ആയിരുന്നു. ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് പഴയൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഡീൻ സ്ട്രീറ്റ് ഗ്യാങ്. ഞങ്ങൾ 1 കൊല്ലം ഓൾമോസ്റ്റ് ഒരുമിച്ചായിരുന്നു. പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റായി. UK ആദ്യം വരുമ്പോൾ ഉള്ള സ്ട്രഗ്ലിംഗ് ഫേസും എല്ലാം ഒക്കെ കണ്ടവരായിരുന്നു അവരും ഇവരും ഒക്കെ. അങ്ങനെ UK വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയ 2 തങ്കക്കുടംസാണ് ഇവർ 2 ആളും. ഇനി അല്പം ലേശം ഫുഡും ചിക്കൻ റോസ്റ്റും ആവാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് TV ഒക്കെ കണ്ട് കുറേ നേരം സംസാരിച്ച് ഡിന്നറങ്ങ് മുടിച്ചു. അപ്പോൾ ഇത്രോളം ഇന്നത്തെ കുട്ടി വ്ളോഗ്. എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരാം. See you in the next one.